നമസ്കാരം. എൻ്റെ കുക്കറി ഷോയിലേക്ക് നിങ്ങൾക്കെല്ലാം ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിദേശ രാജ്യങ്ങളിലും നാട്ടിൽ തന്നെയാണെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഏതൊരു വീട്ടിലും ഭർത്താവിന്റെ കൂടെ ഒരു സഹായം കിച്ചണിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമായ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ കുക്കറി ഷോയിലേക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ ചെയ്യുവാനുള്ള ഒരു സാഹസത്തിന് മുതിർന്നത്. ഇന്ന് ഭാര്യയും ഭർത്താവും ഫുൾ ടൈം ജോലി ചെയ്യുന്ന മിക്ക സ്ഥലങ്ങളിലും ഭർത്താക്കന്മാർ കൂടെ കിച്ചണിലേക്ക് പോകേണ്ട ഒരു ദുരവസ്ഥ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കുക്കറി ഷോയ്ക്ക് വളരെ പ്രാധാന്യമാണ് ഞാൻ കൽപ്പിക്കുന്നത്. എന്റെ തലയിൽ ഞാൻ കെട്ടിവെച്ചിരിക്കുന്നത്, സ്വാഭാവികമായിട്ട് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഭക്ഷണത്തിന്റെ ഹൈജീനിക് പാർട്ട് ഓഫ് ദ ഹൈജീനിക് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ധരിച്ചിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇനി ഞാൻ എൻ്റെ പ്രധാന തൊഴിലിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ പ്രധാന വിഭവം ചിക്കൻ കറിയാണ്. ഏറ്റവും എളുപ്പം ഭർത്താവിന് ഉണ്ടാക്കാവുന്ന, പുരുഷന്മാർക്ക് പൊതുവെ കിച്ചണിൽ ഏറ്റവും വേഗത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് ചിക്കൻ കറി. ഈ ചിക്കൻ കറിക്ക് വേണ്ടത്, അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമുണ്ട്, ഒരു ചിക്കൻ എടുക്കുക, എടുക്കുക. മുന്തിയ ഇനം ഒരു ചിക്കൻ എടുക്കുക. നാടൻ ഒരു അത്യാവശ്യം ഒരു ഇടത്തരം കുടുംബത്തിൽ പിറന്ന ഒരു ചിക്കന് നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം ചിക്കന് നോക്കിയേ വർഷങ്ങളായിട്ട് ഇവ ഫ്രീസറിലിരുന്ന സാധനമാണ്. അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കേണ്ടത് നമ്മുടേതായ ഏതൊരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കുന്ന ആ കുക്കായിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പ്രത്യേകിച്ച് ചിക്കൻ പോലുള്ള കാര്യങ്ങൾ വർഷങ്ങളായിട്ട് അവരെ ഫ്രീസറിൽ ഇരിക്കുന്നവരാണ്. അപ്പൊ അങ്ങ് ഫ്രീസറിൽ ഇരിക്കുന്നതാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവർക്ക് വേണ്ട രീതിയിൽ റെസ്പെക്ട് കൊടുക്കുക. ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിനെ ഒന്ന് വണങ്ങുക. ചെയ്യാൻ പോകുന്ന നമസ്കാരം എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറി ഷോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സോ സ്റ്റേ വിത്ത് മീ. I'll be back in a few minutes.